അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 2-3 ദിവസം മുൻപാണ് മമ്മൂട്ടി ചെന്നൈയിലെ അപ്പോളോ ആശുപത്രിയിൽ നിന്നും പ്രോട്ടോൺ തെറാപ്പിക്ക് ശേഷം വീട്ടിൽ തിരിച്ചെത്തിയത്. മമ്മൂട്ടിക്ക് നല്ല വിശ്രമം വേണമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. അതുകൊണ്ട് തന്നെ പ്രോഗ്രാമുകളെല്ലാം ക്യാൻസൽ ചെയ്തിട്ടുണ്ടാവണം. ഇതിനിടയിലാണ് മമ്മൂട്ടി ഈ വർഷത്തെ റമദാൻ മാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ചയിലെ ജുമയിൽ പങ്കെടുക്കാൻ മമ്മൂട്ടി എറണാകുളത്ത് പള്ളിയിൽ എത്തിയത്. ദുൽഖറിൻ്റെ കൂടെയാണ് മമ്മൂട്ടി പള്ളിയിൽ വന്നത്. എല്ലാ വർഷത്തെയും പോലെയായിരുന്നില്ല മമ്മൂട്ടിയുടെ ഈ വർഷത്തെ നോമ്പ് മാസം. മമ്മൂട്ടിയുടെ അസുഖവുമായി ബന്ധപ്പെട്ട് ആശുപത്രിയിലായിരുന്നു. എത്ര തിരക്കിലാണെങ്കിലും നിസ്കാരം വിട്ടിട്ടുള്ള കളി മമ്മൂട്ടിക്കുണ്ടായിരുന്നില്ല. കൃത്യമായി നിസ്കരിക്കും. എല്ലാ വെള്ളിയാഴ്ചയും കൊച്ചിയിലെ ഏതെങ്കിലും പള്ളിയിൽ മമ്മൂട്ടി ഉണ്ടാകും. അതൊരു പതിവ് കാഴ്ച തന്നെയാണ്. മാത്രവുമല്ല, അതൊരു വാർത്താ പ്രാധാന്യമുള്ള കാര്യവുമല്ല. കൊച്ചിക്കാർ കണ്ടുമടുത്ത കാര്യമാണ്. എന്നാൽ എല്ലാ പ്രാവശ്യത്തെയും പോലെയല്ല മമ്മൂട്ടിയുടെ ഇന്നലത്തെയുള്ള ജുമക്ക് വേണ്ടിയുള്ള മമ്മൂട്ടിയുടെ വരവ്. വളരെയധികം വേദന സഹിച്ചുകൊണ്ടാണ് മമ്മൂട്ടി പള്ളിയിൽ എത്തിയത്. മമ്മൂട്ടിയുടെ ഇന്നലത്തെ വണ്ടിയിൽ നിന്നു ഇറങ്ങി പള്ളിയിലേക്ക് നടന്നു വരുന്ന കാഴ്ച കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മമ്മൂട്ടിയുടെ ആരോഗ്യ പ്രശ്നങ്ങളുടെ തീവ്രത. പഴയ ആ മമ്മൂട്ടിയുടെ ഉഷാറോ എനർജിയോ ഒന്നും തന്നെ ഇന്നലത്തെ നടത്തത്തിൽ കണ്ടില്ല. എന്നാലും മമ്മൂട്ടി റമദാൻ മാസത്തിലെ അവസാനത്തെ ജുമക്ക് വിശ്വാസപൂർവം ഭയഭക്തിയോടെ മമ്മൂട്ടി പള്ളിയിലെത്തി. കൂടാതെ മമ്മൂട്ടി സ്വയം ഡ്രൈവ് ചെയ്താണ് ഇന്നലെ പള്ളിയിൽ എത്തിയതും. തൊട്ടടുത്ത് ദുൽഖറും ഉണ്ടായിരുന്നു. മമ്മൂട്ടിക്ക് ഡ്രൈവിംഗ് പാഷൻ ആയതുകൊണ്ട് തന്നെയാണ് മമ്മൂട്ടി വേദന സഹിച്ചിട്ടും സ്വയം ഡ്രൈവ് ചെയ്തു വന്നത്. മറ്റ് ദിവസങ്ങളിൽ ജുമക്ക് വരുന്നത് പോലെയായിരുന്നില്ല ഇന്നലത്തെ മമ്മൂട്ടിയുടെ വരവ്. മമ്മൂട്ടി അവിടെ വണ്ടി നിർത്തുമ്പോൾ ഒരുപാട് ജനങ്ങൾ മമ്മൂട്ടിയെ കാണാനും ഫോട്ടോ എടുക്കാനും ഉണ്ടായിരുന്നു. മമ്മൂട്ടിയുടെ ഒരുപാട് ആരാധകർ വളരെയധികം സങ്കടത്തോടെയും വിഷമത്തോടു കൂടിയും മമ്മൂട്ടിയെ നോക്കുന്നുണ്ടായിരുന്നു. മമ്മൂട്ടി പള്ളിയിലിരുന്ന് ഒരുപാട് നേരം പ്രാർത്ഥിച്ചു. പിന്നീട് ജുമയും ഖുതുബയും നിസ്കാരവും പ്രാർത്ഥനയും കഴിഞ്ഞിട്ടാണ് മമ്മൂട്ടി തിരിച്ച് വീട്ടിലേക്ക് മടങ്ങിയത്. തിരിച്ച് പള്ളിയിൽ നിന്നും കാറിലേക്ക് പോകുന്ന സമയത്ത് ഒരുപാട് ആളുകൾ, ഒരുപാട് ആരാധകർ നിറകണ്ണുകളോടെ മമ്മൂട്ടിയെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു.